ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കേരീസ് വേൾഡ്. എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്തോളണേ. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു നിർത്തിയത് ഹീറോയിനെ തിരിച്ചറിഞ്ഞു എന്നുള്ള വിവരം ഹീറോയിൻ അറിയുന്നത് വരെയാണ്. അവൻ പറയാണ്, ഞാൻ നിന്നെ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പം നിന്റെ ഫ്രണ്ട് യങ്സും ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്, നമുക്ക് അവളെ പോയി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവർ ഒന്നിച്ച് പോലീസ് സ്റ്റേഷനിൽ പോവാണ്. അവിടേക്ക് ഇവർ ചെല്ലുമ്പോൾ യങ്സോങ് ആകെ പേടിച്ചിട്ട് ഹാരിനെ കണ്ടതും ഹാരി എന്ന് പറഞ്ഞു ഉറക്ക വിളിക്കുകയാണ്. എന്നിട്ട് ഇവർ രണ്ടുപേർക്കും അവിടെ ഉണ്ടായ പോലീസുകാരി ക്യാമറയിൽ പതിഞ്ഞ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് പോലീസുകാരി തന്നെ പറയാണ്, അയാളെ കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിൽ മോശമായിട്ടുള്ള വീഡിയോ ഒന്നുമില്ല, വേണമെങ്കിൽ ഞങ്ങൾ അയാളെ കസ്റ്റഡിയിൽ എടുക്കാം, പക്ഷെ അയാൾ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് പോകുമെന്ന് പറയാണ്. അങ്ങനെ അയാളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഓർത്തിട്ട് ഇവർ രണ്ടുപേരും വിഷമിച്ച് പുറത്തേക്ക് പോകാണ്. അപ്പോഴാണ് ഹീറോ ഇവർ ഇങ്ങനെ പോണ കണ്ട് ഏകദേശം പിടി കിട്ടിയിട്ട് ഹീറോ സെക്രട്ടറിനോട് ഉടനെ പറയാണ് അയാളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം, കൂടാതെ ഫുൾ ഡീറ്റെയിൽസും പിന്നെ പോരാത്തതിന് വേറെ എന്തെങ്കിലും തരികട ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എവിഡൻസും വേണമെന്ന് പറയാണ്. അതിനുശേഷം ഹാരി ആണെങ്കിൽ അവളുടെ വീട്ടിൽ ചെന്ന് കിടക്കുമ്പോൾ അവൾ ആലോചിച്ച് നോക്കാണ് എപ്പം മുതലാണ് ഹീറോയ്ക്ക് അവളോടുള്ള അപ്രോച്ച് മാറി തുടങ്ങിയെന്നുള്ളത്. പെട്ടെന്ന് തന്നെ അവൾക്ക് മനസ്സിലാവാണ് വീണ്ടും വീണ്ടും ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞ് പണിഷ്മെന്റ് തന്നിട്ടുണ്ടായല്ലോ, അപ്പം മുതൽ മനസ്സിലായിരിക്കണം. ഇവിടെ ടൈമാണെങ്കിൽ നേരത്തെ യങ്സോങ്ങിന്റെ റൂമിലെ ഒരു ക്യാമറ വെച്ചില്ലേ, അയാളോട് പറയാണ് നിന്നെ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു എന്നുള്ളത്. അയാൾ പറയാൻ അതിന് ഞാൻ നിങ്ങളുടെ കമ്പനിയിലല്ലല്ലോ വർക്ക് ചെയ്യണത്. ഉടനെ തന്നെ ഹീറോ ആണെങ്കിൽ എഗ്രിമെന്റ് കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, ദാ നോക്ക് നിന്റെ കമ്പനി ഞാൻ മേടിച്ചു എന്ന് പറയാണ്. മാത്രമല്ല ഈ എഗ്രിമെന്റിൽ നീ അവിടെ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ ഒരു കരാറിലാണ് ഞാൻ ഈ കമ്പനി മേടിച്ചതെന്ന് പറയാണ്. ഈ കമ്പനി ഞാൻ മേടിച്ചത് കൊണ്ട് തന്നെ നിന്നെ അവിടെ വർക്ക് ചെയ്യണില്ല എന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് പറയാണ്. കാരണം ഞാൻ നിന്റെ ഡീറ്റെയിൽസ് മൊത്തം എടുത്തുമ്പോൾ നീ തനി ഒരു ഫ്രോഡാന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയാം. യങ്സോന്റെ റൂമിൽ വെച്ചിരിക്കുന്ന ക്യാമറയുടെ പ്രൂഫ് അടക്കം ഞങ്ങൾക്ക് കിട്ടി, അതൊക്കെ നീ വലിച്ചെറിഞ്ഞ് ഞങ്ങൾ കണ്ടുപിടിച്ചു എന്ന് പറയാണ്. ഇയാൾ ലാസ്റ്റ് ഹീറോനോട് കുറെ സോറി ഒക്കെ പറയട്ട്, സോറി പറഞ്ഞാലൊരു കാര്യം ഉണ്ടായില്ല, നീ എന്തായാലും പണിഷ്മെന്റ് അനുഭവിക്കുമെന്ന് പറഞ്ഞ് ഹീറോ പോകാണ്. ഹാരി ആണെങ്കിൽ അവളുടെ കൊളികനോട് സംസാരിച്ച് ലിഫ്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവിടേക്ക് ടൈം വരുന്നത് കണ്ട് പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്ന് സ്കൂട്ടായി പോകാണ്. അവനവിടെ വന്ന് നിന്നതും ഹാരിയുടെ കൊളിക്കിനെ കണ്ടതുകൊണ്ട് തന്നെ ഹാരി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന് അറിയാനായിട്ട് അവൻ ജസ്റ്റ് അവിടെ എല്ലാം നോക്കുന്നുണ്ട്. പോരാത്തിന് ഹാരി വർക്ക് ചെയ്യണ ഫ്ലോർ എത്തിയതും ഇവനാണെങ്കിൽ ജസ്റ്റ് ഹാരിനെ കാണാമെന്ന് വിചാരിച്ചിട്ട് ഹാരി വർക്ക് ചെയ്യണ സ്ഥലത്തേക്ക് പോകാണ്. അവളെ കാണാത്തത് കൊണ്ട് തന്നെ അവൻ അവളെ കോള് ചെയ്യുമ്പോൾ ഇവൻ അവളെ കാണണ്ടാന്ന് കരുതി ഇവള് പെട്ടെന്ന് തന്നെ ഒളിച്ചിരുന്നിട്ട് ഫോൺ പെട്ടെന്ന് സൈലന്റ് ആക്കാണ്. എന്തോ ചെറിയ ഒച്ച കേട്ടതും ഇവൻ അവിടേക്ക് നോക്കുമ്പോൾ ആരോ ഇരിക്കണ പോലെ ഇവന് തോന്നാണ്. അപ്പൊ തന്നെ ഇവന് മനസ്സിലാവാണ് അത് ഹാരി ആവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഒന്നും പറയാതെ തന്നെ അവൻ അവിടെ നിന്ന് പോകാണ്. ഇവനവിടുന്ന് പോയതും ഹാരി നോക്കിയിട്ട് പറയാണ്, ഹീറോ ഇവിടുന്ന് പോയത് നന്നായി, ഞാൻ യങ്സോങ് ആയിട്ട് ഫേക്കായിട്ട് അഭിനയിച്ചത് കൊണ്ട് എന്നെ ഫയർ ചെയ്യാൻ വന്നതാവുള്ളൂ. അങ്ങനെ അവള് ജസ്റ്റ് ആലോചിക്കുമ്പോൾ തന്നെ അവന്റെ മെസ്സേജ് ഇവൾക്ക് വരാണ്, ഇന്ന് വർക്ക് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മീറ്റ് ചെയ്യണമെന്ന് പറയാം. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ടൈം സെക്രട്ടറിനോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് ഒരാളെ പ്രപ്പോസ് ചെയ്യാന്നുള്ളതൊക്കെ. സെക്രട്ടറി ആണെങ്കിൽ ടൈമിനോട് പറയാണ്ട് ഒന്നും കൂടി ആലോചിച്ചിട്ട് പോരെ, അവള് എംപ്ലോയി അല്ലേ. ഹീറോ പറയാണ് അതിനെന്താ, അവളൊരു റിസർച്ചർ അല്ലേ, എംപ്ലോയി ആണെങ്കിൽ എന്താ കുഴപ്പം, യാതൊരു കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇന്ന് അവൾക്ക് ഈ നെക്ലസ് കൊടുത്തിട്ടാണ് പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് അവൻ പ്ലാനിങ് ചെയ്യാണ് എങ്ങനെയാണ് അവൾ പ്രപ്പോസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതേപോലെയാണ് ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ നോക്ക്, നിങ്ങൾ ബൊക്കയും കേക്കൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നത് ഞാൻ നെറ്റിയിൽ ഇങ്ങനെ കൈവയ്ക്കുമ്പോഴാണ് കൊണ്ടുവരേണ്ടത്. ഇതെല്ലാം അവൻ അവിടുത്തെ വർക്കേഴ്സിനെ പഠിപ്പിച്ച് പറഞ്ഞു കൊടുക്കാണ്. ഹാരി ആണെങ്കിൽ ഹീറോനെ കാണാനായിട്ട് വരാണ്. അവനാണെങ്കിൽ അവളോട് എങ്ങുമില്ലാത്ത പോലെ ഒരു പ്രത്യേക ഒരു കെയറിങ് ചെയ്യാണ്. അവൾക്ക് ഇരിക്കാനായിട്ട് കസാരൊക്കെ നീക്കിയിട്ട് കൊടുക്കാണ്. ഹാരിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ട് എന്നോട് റിസൈൻ ചെയ്യണതിന് പകരം എന്താ ഇപ്പോൾ കെയറിങ് പോലെ എന്നൊക്കെ ഇവള് ചിന്തിക്കുകയാണ്. എന്നിട്ട് ഇവള് തന്നെ അവനോട് പറയാണ്, സോറി ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ ചെയ്തത് തെറ്റാ, യങ്സോങ്ങിന് പകരം ഞാൻ അവിടേക്ക് വരാൻ പാടില്ലായിരുന്നു, മാത്രമല്ല എനിക്കറിയില്ലായിരുന്നു ഞാൻ വർക്ക് ചെയ്യണ കമ്പനിയുടെ പ്രസിഡന്റാണ് താങ്കൾ എന്നുള്ളത്, അതുകൊണ്ട് ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ തരാണ്. അവനെ ഇവളെ ഫയർ ചെയ്യണതിന് മുമ്പേ ഈ റെസിഗ്നേഷൻ ലെറ്റർ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ ഫയർ ചെയ്യില്ലല്ലോ എന്ന് കരുതിയിട്ട് ഇവള് ചെയ്യണ പണിയാണ്. ഹാരി ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഹീറോയ്ക്ക് പറയാൻ ഒരു സ്പേസും പോലും കൊടുക്കാൻ. ഒരു കാര്യം ഓർക്കണം, ഞാൻ ഈ കമ്പനിക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഓരോരോ വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ഞാൻ റിസർച്ച് ചെയ്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. എന്നിട്ട് അവളാണെങ്കിൽ ഒരു പ്രസന്റേഷൻ വരെ തയ്യാറാക്കി അത് പ്രസന്റ് ചെയ്ത് കാട്ടാണ്. അവനാണെങ്കിൽ വിചാരിക്കുക ഇവൾ എന്തൊന്നൊക്കെ ഈ പറയുന്നത്, എനിക്ക് സംസാരിക്കാൻ ഒരു സ്പേസും പോലും തരാണ്ട്. അങ്ങനെ അവൻ അറിയാതെ തന്നെ നെറ്റിമ കൈ വെക്കുമ്പോൾ അവിടെ ഓൾറെഡി സർപ്രൈസ് കൊടുക്കാനായിട്ട് പ്ലാനിങ് ചെയ്ത് വെച്ചതുപോലെ അവര് വരാണ്. ഹീറോ ആണെങ്കിൽ എങ്ങനെയൊക്കെയോ ഹാരി കാണാതെ തന്നെ ഒന്ന് പുറകോട്ട് പോകുന്നു പറഞ്ഞിട്ട് ഇവരോട് പറയാണ്. ഇവർക്ക് കാര്യം മനസ്സിലായിട്ട് ഇവരാന്നിട്ട് പുറകോട്ട് പോകാണ്. ഹാരി ആണെങ്കിൽ അവന്റെ മുമ്പിൽ തകർത്ത് പ്രസന്റേഷൻ ഒക്കെ അവതരിപ്പിച്ച് കാണിച്ചു കൊടുക്കാണ്. ഇതെന്ത് തലവേദനയാന്നുള്ളൊരു മട്ടിൽ അവനും അവിടെ ഇരുന്ന് കൊടുക്കാണ്. ഇവൻ ചിന്തിക്കാണ് ഇത്രയ്ക്ക് ഹാൻസം ആയിട്ടുള്ള എന്നെ കണ്ടിട്ട് ഇവൾക്ക് ഒരു ഫീലിങ്സും തോന്നിയിട്ടില്ലേ. അതിനുശേഷം ഹാരി ആണെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഇവന്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിക്കാണ്. ഞാനാണെങ്കിൽ റിസൈൻ ലെറ്റർ കൊടുത്തു പോയാനും ഇതുവരെയായിട്ടും ഹീറോ വിളിക്കണില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇവള് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഒരു കോള് വരാണ്. ഇവളത് അറ്റൻഡ് ചെയ്തതും നാളെ ഇവളുടെ ക്രഷായ മിനുഹുവിന്റെ വക ഒരു ചെറിയൊരു ട്രീറ്റ്
തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാണ്. അവന്റെ വർക്കിൽ നിന്ന് പ്രൊമോഷൻ ആയതുകൊണ്ട്. പിറ്റേ ദിവസം ഇവർ കുറച്ച് ഫ്രണ്ട്സ് ട്രീറ്റിന് വന്നിരിക്കുമ്പോൾ യങ്സോങ് എല്ലാവരോടും പറയാണ് ഹാരിക്ക് ഒരു പുതിയ ബോയ് ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടെന്ന്. മിനുഹ ആണെങ്കിൽ ഹാരിനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. കൺസേർട്ടിന് ടിക്കറ്റ് തന്നപ്പോൾ കൂടെ കൊണ്ടായത് ബോയ് ഫ്രണ്ടിനെയാണോ എന്ന്. യങ്സോങ് ആണെങ്കിൽ പെട്ടെന്ന് ഇതുപോലൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ ഹാരി ആണെങ്കിൽ സമ്മതിച്ചു കൊടുക്കുകയാണ് കൺസേർട്ടിന് കൂടെ ഉണ്ടായിരുന്നത് ബോയ് ഫ്രണ്ട് ആയിരുന്നു എന്നുള്ളത്. മിനുഹുവിൻ്റെ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ഹാരി പറയുന്നത് സത്യമാണോ എന്ന് അറിയാനായിട്ട് ഹാരിയുടെ ബോയ് ഫ്രണ്ടിനും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ട്രിപ്പിന് വിളിക്കുകയാണ്. ട്രിപ്പ് പോകുമ്പോൾ ബോയ് ഫ്രണ്ടിനെ കൂടി കൊണ്ടുവന്നോളൂ എന്നുള്ളത്. ഇത് കേട്ടതും ഹാരി എന്ത് പറയണമെന്ന് അറിയാതെ ട്രിപ്പിന് വരാമെന്ന് സമ്മതിച്ചു കൊടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഹാരി യങ്സോങ്ങിനോട് ചോദിക്കുകയാണ്, നീ എന്തിനാ പ്രസിഡന്റും ഞാനും തമ്മിൽ കപ്പിൾസ് ആണെന്നൊക്കെ പറയാൻ പോയത്? നിനക്ക് ആ മിനുഹുവിന്റെ ലവറിന്റെ മുഖം കണ്ടല്ലാറിനോടെ ജാടിയാന്നുള്ളത്. അതുകൊണ്ടാണ് യങ്സോങ് എന്നെ പറഞ്ഞതെന്ന് പറയാം. മാത്രമല്ല നിങ്ങൾ ശരിക്കും ഡേറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി കപ്പിൾസ് ആണെന്ന് പറയാണ്. പിറ്റേ ദിവസം ടൈമാണെങ്കിൽ ഹീറോ അവന്റെ ഓഫീസ് റൂമിലേക്ക് വിളിപ്പിക്കുകയാണ്. ഹാരി ആണെങ്കിൽ കുറച്ച് പേടിച്ചിട്ടാണ് കയറി ചെല്ലണത്. എന്നോട് റിസൈൻ ചെയ്യാൻ പറയാനാണാവോ? ഒരു ആവശ്യമില്ലാതെ ഞാൻ വെറുതെ എടുത്ത് ചാടി റിസൈൻ ലെറ്റർ കൊടുത്തു. ഇതെല്ലാം അവൾ ഓർത്തിട്ട് ഒന്നും കൂടി ഹാരി ടൈമിനോട് സംസാരിക്കുകയാണ്. ഞാൻ നല്ലപോലെ ഹാർഡ് വർക്ക് ആയിട്ട് ജോലി ചെയ്തുകൊണ്ട് പുറത്താക്കല്ലേ എന്ന് പറയാണ്. ഇവനാണെങ്കിൽ പറയാ, നിന്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാലോ നിനക്ക് നല്ല പേടിയുണ്ടെന്നുള്ളത് എന്നും പറഞ്ഞ് അവള് കൊടുത്ത റിസൈൻ ലെറ്റർ അവൻ കീറിക്കളയാണ്. ഇവളത് കണ്ടതും ഇവൾക്ക് ഭയങ്കര സന്തോഷം. അവനോട് എത്ര താങ്ക് യു പറഞ്ഞിട്ട് അവൾക്ക് മതിയാവണില്ല. ഇവള് പുറത്തേക്ക് ഇറങ്ങി നന്നായിട്ട് ആർമാദിച്ച് പോകാണ്. എന്റെ ജോലി പോയില്ല, എനിക്ക് തിരിച്ചു കിട്ടിയെന്നൊക്കെ പറഞ്ഞു. യങ്സോങ് ആണെങ്കിൽ ഒരു ആഡിന്റെ ഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കസിൻ വരാം. യങ്സോങ്ങിന്റെ അവളുടെ കസിന്റെ ആണെങ്കിൽ സെയിം കളറും സെയിം ജോഡി ഡ്രസ്സാണ്. ഇവരെവിടെ പോയാലും കോയിൻസിഡൻസ് ആയിട്ട് സെയിം പാറ്റേൺ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെയാണ് ഇട്ടിട്ട്. ഇതാണെങ്കിൽ അവളുടെ കസിൻ കണ്ടതും അവളുടെ കസിൻ പറയാണ്, ഇന്നും നമ്മൾ സെയിം ഡ്രസ്സാണ് ഇട്ടാക്കണം. എന്തിനേറെ പറയണം, മോതിരം വരെ സെയിം ആണ് അവർ ഇട്ടാക്കുന്നത്. ഞാൻ ഇടുന്ന ഡ്രസ്സ് തന്നെയാണോ നിനക്ക് ഇടാനായിട്ട് കണ്ടത്? അപ്പൊ യങ്സോങ് പറയാണ്, ഞാൻ ഷോപ്പ് ചെയ്യുന്ന കടകളിൽ അവിടുത്തെ സ്റ്റാഫുകളെല്ലാം പറയാറുണ്ട് മാഡാണ് ഫസ്റ്റ് ഡ്രസ്സ് എടുക്കുന്നത്, ഇനി 2 ജോഡി മാത്രം ബാലൻസ് ഉള്ളൂ. അതിനർത്ഥം ഞാൻ ഷോപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നീ ആ കടയിൽ പോയിട്ട് ഡ്രസ്സുകളെല്ലാം ഷോപ്പ് ചെയ്യണമെന്ന് പറയാണ്. അങ്ങനെ അവളുടെ കസിനെ നൈസായിട്ട് കളിയാക്കാണ്. ഇവിടെ ഹീറോ ആണെങ്കിൽ ഹാരിനെയും കൂട്ടി സിനിമയ്ക്ക് പോകാൻ തയ്യാറാണ്. ഹാരി അവനോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ എന്തിനിപ്പോ സിനിമയ്ക്ക് പോകണം? അവൻ പറയാണ്, നീ അല്ലേ കുറച്ച് മുമ്പ് പറഞ്ഞത് നല്ലപോലെ ഇനി ഹാർഡ് വർക്കിംഗ് ചെയ്തോളാം, ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള മൂവി ആയതുകൊണ്ടാണ് നിന്നെയും കൂട്ടി പോകുന്നത്. അവർ തിയേറ്ററിൽ ചെന്നിരുന്നതും അപ്പോഴാണ് ഹാരി അറിയുന്നത് ഇവർ 2 പേര് മാത്രമേ ഉള്ളൂ. എല്ലാ സീറ്റും ടൈം ബുക്ക്ഡ് ആക്കി എന്നുള്ളത്. എന്നിട്ട് അവനാണെങ്കിൽ ഫുഡ് എന്തെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്തോന്ന് പറഞ്ഞ് മെനു കാർഡ് എടുത്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ വേണ്ട, ഈ മെനു കാർഡിലുള്ള എല്ലാ ഫുഡ്സും മേടിക്കാന്ന് പറയാണ്. ഹാരി ആണെങ്കിൽ സീറ്റ് കുറച്ച് ബാക്കിലോട്ട് ചെരിക്കാനായിട്ട് കുറെ നേരമായിട്ട് കഷ്ടപ്പെടുന്ന കണ്ട് ഹീറോ അവളെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അവൻ എത്രയ്ക്ക് ക്ലോസ് ആയി വന്നപ്പോൾ ഹാരിക്ക് അവനോട് എന്തൊക്കെയോ ഒരു ഫീലിങ്സ് പോലൊക്കെ തോന്നി. തിരിച്ചും ഹീറോയ്ക്കും അവളോട് എന്തോ ഒരു ഫീലിങ്സ് പോലെ തോന്നാണ്. പെട്ടെന്ന് തന്നെ അവള് പറയാണ്, വാഷ്റൂമിൽ പോയിട്ട് വരാന്ന്, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് അവൾക്ക് മനസ്സിലായിട്ടാണ് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞത്. വാഷ്റൂമിൽ ചെന്നതും അവള് തന്നെ അവളോട് പറയാണ്, എനിക്കെന്താ ഒരു മാറ്റം പോലെ എന്തോ ഒരു ഫീലിങ്സ് ഒക്കെ പോലെ തോന്നിയത്, ഞാൻ എന്താ ഇങ്ങനെ എൻ്റെ പ്രസിഡന്റാന്ന് ഓർക്കാതെ പോലും എന്തോ ഒരു ഫീലിങ്സ് എനിക്ക് വന്നത്. അവിടെ നിന്ന് അവൾ ഇറങ്ങുമ്പോൾ അവളുടെ കൊളീഗ്സിനെ അവൾ കാണാണ്. പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കണ്ടതുകൊണ്ട് തന്നെ അവർ ചോദിച്ചതിനൊന്നും കറക്റ്റ് ഉത്തരം അവൾക്ക് കൊടുക്കാൻ പറ്റും. ഇവളുടെ കൊളീഗായ ആ ഹെഡ് ഇവളോട് ചോദിക്കുകയാണ്, നീ എന്തിനാ ഇവിടേക്ക് വന്നേന്നുള്ളത്. അപ്പോൾ ഇവള് പറയാണ്, മൂവി കാണാനാ വന്നേന്ന്. തനിച്ചാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തനിച്ചാ മൂവി കാണാൻ വന്നേന്ന് ഇവള് പറയാണ്. എന്നാൽ ശരി മൂവി കാണാൻ സമയം എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാണ്. പോകുമ്പോൾ ഇവളുടെ ഹെഡ് ഇവളെ ശ്രദ്ധിക്കാൻ. ഇവളാണെങ്കിൽ വേറൊരു ഡോറ് വഴിയാണ് മൂവി കാണാൻ പോകുന്നത്. കൊളീഗ്സ് ആണെങ്കിൽ അവളുടെ ബാക്കിൽ കൂടെ വരാണ്. പെട്ടെന്ന് തന്നെ ഹാരി ഓടിച്ചെന്ന് ഹീറോയിനോട് കാര്യം പറയാണ്, എൻ്റെ കൊളീഗ്സ് ബാക്കിൽ കൂടെ വരുന്നുണ്ട്, പെട്ടെന്ന് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായി. കൊളീഗ്സ് വന്നതും ഹാരിന്ന് വിളിച്ചതും ഇവളാണെങ്കിൽ ഹീറോയിന് കൊളീഗ്സ് കാണാണ്ടിരിക്കാനായിട്ട് മറിഞ്ഞു നിൽക്കാണ്. പോരാത്തതിന് പെട്ടെന്ന് ഒരു തെല്ലും വെച്ച് കൊടുക്കാണ് ഹീറോയ്ക്ക്. പെട്ടെന്ന് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞിട്ട് ആക്ഷനൊക്കെ കാട്ടാണ്. അവൻ പെട്ടെന്ന് അവിടെ നിന്ന് മാറിയിട്ട് നീ ഇപ്പം എന്നെ തല്ലില്ലേ എന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കും. അവളുടെ കൊളീഗ്സ് ആണെങ്കിൽ ഫുഡ്സ് ഒക്കെ കണ്ടിട്ട് ഇത് കുറെ ഫുഡ്സ് ഉണ്ടല്ലോ എന്ന് പറയട്ടെ, ഇത് ഞങ്ങൾ വരാത്തതിന് ഇവിടെ കുറെ സീറ്റുകളുണ്ടല്ലോ, അപ്പോൾ ഇവിടെ തന്നെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇരുന്ന് മൂവി കാണാൻ. ഹീറോ ആണെങ്കിൽ ഇന്നും വിചാരിക്കാണ് ഇന്നത്തെ ഐഡിയയും ഫ്ലോപ്പായി എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പുറത്തേക്ക് പോകാം. ഇവിടെ യങ്സോങ്ങിനാണെങ്കിൽ അർജന്റായിട്ട് വാഷ്റൂം യൂസ് ചെയ്യണം. അതിന് അവൾക്ക് പബ്ലിക് വാഷ്റൂമും പോലും യൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ പേടിയാണ്. ഇനി അവിടെയും ക്യാമറ ഉണ്ടായാലോ എന്ന് വിചാരിച്ചു. എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി എന്ന് വിചാരിച്ച് ബസ് സ്റ്റോപ്പിലിരിക്കുമ്പോൾ ഒരൊറ്റ ബസ്സും കാണുന്നില്ല. അങ്ങനെ അവൾ വല്ല പരിചയത്തിലുള്ള വണ്ടികൾ കിട്ടുമെന്ന് അറിയാനായിട്ട് ജസ്റ്റ് റോഡിലേക്ക് ഇറങ്ങിയതും സെക്രട്ടറി അവളെ കാണാണ്. ശേഷം അവളൊന്ന് മടിച്ചിട്ട് സെക്രട്ടറിയുടെ കൂടെ കാറി കയറാണ്. അവൾക്ക് ലിഫ്റ്റ് തന്നതിൽ സെക്രട്ടറിനോട് അവൾ താങ്ക്സ് പറയാണ്. ഇവിടെ ഹീറോ ആണെങ്കിൽ ഹാരിനെ തന്നെ കാണാൻ വെയിറ്റ് ചെയ്ത് പുറത്ത് മാറിയിരിക്കുക. മൂവി കണ്ടു തീരേണ്ട ടൈം ആയല്ലോ എന്ന് കരുതി അവളെ വിളിക്കുകയാണ്. മൂവി കഴിഞ്ഞില്ലേ പുറത്തേക്ക് ഇറങ്ങിയോന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവളുടെ കൊളീഗ്സ് ആണെങ്കിൽ അവളെ വിളിക്കുക. അവള് പറയാ മൂവി കഴിഞ്ഞു, ഞാൻ ഇപ്പോൾ കൊളീഗ്സിന്റെ കൂടിയാ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് അവളുടെ കൊളീഗ്സിന്റെ ഒപ്പം പോകാം. ഇതും ഫ്ലോപ്പായി. ഇനി എങ്ങനെ അവളൊന്ന് മീറ്റ് ചെയ്യാന്ന് ആലോചിക്കുകയാണ് അവൻ. യങ്സോങ് സെക്രട്ടറി ആണെങ്കിൽ ട്രാഫിക്കിൽ പെട്ട് കിടക്കാണ്. യങ്സോങ് ആണെങ്കിൽ എന്തൊക്കെ അസ്വസ്ഥത കാട്ടണം കണ്ടിട്ട് സെക്രട്ടറി ചോദിക്കുകയാണ് എന്ത് പറ്റിയെന്നുള്ളത്. അവള് പറയാണ് ഈ വിൻഡോ ഒന്ന് തുറന്നു തരുമെന്ന്. കുറച്ച് ഫ്രഷ് എയർ കയറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവള് പറയാണ്. ഇവൾക്കാണെങ്കിൽ അവന്റെ മുമ്പിൽ ഒട്ടും പിടിച്ചിരിക്കാനും പറ്റില്ല. എങ്ങനെയെങ്കിലും അർജന്റായിട്ട് വാഷ്റൂം യൂസ് ചെയ്താൽ മതി എന്നാണ് അവളുടെ വിചാരം. ലാസ്റ്റ് അവള് പറയാണ് എന്തായാലും ട്രാഫിക് അല്ലേ, കുറെ നേരം പോകാനായിട്ട്, അപ്പം ഞാൻ ഇവിടുന്ന് നടന്നു പോയിക്കൊണ്ട് എനിക്ക് അർജന്റായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറയാണ്. ഇവളാണെങ്കിൽ വീണ്ടും അസ്വസ്ഥത കാട്ടാണ്. സെക്രട്ടറി ചോദിക്കുകയാണ് ഓക്കെ ആണോ എന്നുള്ളത്. അവള് പറയാണ് കുഴപ്പമില്ല, ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകാമെന്ന് പറയട്ടെ. എങ്ങനെയൊക്കെയോ അവൾ ഇറങ്ങി പോകാണ്. സെക്രട്ടറി ആണെങ്കിൽ അവളുടെ പിന്നാലെ പോകുന്നു. അവള് നേരെ ഒരു പബ്ലിക് വാഷ്റൂം യൂസ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അവളവിടെ ഓടിച്ചെന്നതും ബാത്റൂമിന്റെ വാതിൽ തുറക്കാനായിട്ട് കിട്ടല്ല. കുറെ അവള് ശ്രമിച്ചു നോക്കണ്ട് തുറക്കാനായിട്ട്.
ലാസ്റ്റ് സെക്രട്ടറി വന്ന് ഒന്ന് മടിച്ചിട്ടായാലും അവൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കണത് കണ്ട് അവൾക്ക് പെട്ടെന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാണ്. ഡോറാണെങ്കിൽ പെട്ടെന്ന് പുഷായിട്ട് തുറന്നിട്ട് അവളെ അതിലേക്ക് പെട്ടെന്ന് അവൻ വലിച്ചിടാണ്. അവളാണെങ്കിൽ ഒരുമാതിരി ആയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്, ആകെ നാണക്കേടായെന്നൊക്കെ ഓർത്തിട്ട്. എന്നാലും സെക്രട്ടറി എന്നെ കുറിച്ച് എന്താ വിചാരിച്ച് കാണാമെന്ന് പറഞ്ഞ് ഇവളെ ഒരു ഭ്രാന്തിനെ പോലെ ആലോചിച്ചൊക്കെ ചിന്തിച്ച് നോക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയും വരെയുള്ളൂ. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.